ഗൾഫ് സമ്മിറ്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി മലയാളികളുടെ ആശയ ആവിഷ്കാരത്തിനായി പുതിയ സാധ്യതകൾ തുറന്നിടുകയാണ് നവസാമൂഹ്യ മാധ്യമങ്ങൾ. എന്നാൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലുമെല്ലാം ഉണ്ടാകുന്ന ഈ പുതിയ കൂട്ടായ്മകൾക്ക് ഇവയെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടോ? ഗൾഫ് സമ്മിറ്റ് ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ഗൾഫ് സമ്മിറ്റിൽ ഇന്ന് നമുക്ക് അതിഥികളെ എത്തുന്നു. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ശ്രീമതി സോണിയ ഷിനോയ്, പ്രവാസി ഇന്ത്യ സാംസ്കാരിക വേദിയെ പ്രതിനിധീകരിച്ച് മിസ്റ്റർ ബുനൈസ് കാസിം, എഴുത്തുകാരനും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ മിസ്റ്റർ അജിയെ, റേഡിയോ മീയുടെ വാർത്താ വിഭാഗം തലവൻ മിസ്റ്റർ ലിയോ രാധാകൃഷ്ണൻ. സോണിയ, നാട്ടിലെ ഏത് ചെറിയ വിഷയമായാലും പ്രവാസി മലയാളികളെ സംബന്ധിച്ച് അവർക്കൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം തുറന്നു പറയാൻ അവർക്ക് മടിയുമില്ല. ഈ അഭിപ്രായം പറയാനുള്ള ഏറ്റവും നല്ല സാധ്യതയാണ് സോഷ്യൽ മീഡിയ. അത് കൃത്യമായാണോ അവർ ഉപയോഗിക്കുന്നത്? നാട്ടിൽ ഏതാണ്ട് ഒരു 15-നും 45-നും വയസ്സിനിടയ്ക്കുള്ള ഒരു പ്രത്യേക വിഭാഗം മാത്രം യൂസ് ചെയ്യുന്ന ഒരു മീഡിയയാണ് സോഷ്യൽ മീഡിയാസ്. ഒരു വലിയ വിഭാഗം ഇപ്പോഴും ഒരു വലിയ വിഭാഗം ആളുകൾ നാട്ടിൽ സോഷ്യൽ മീഡിയയ്ക്ക് പുറത്ത് തന്നെയാണുള്ളത്. പ്രവാസ മേഖലകൾ മുഴുവൻ പരിശോധിച്ചാലും ഓൾമോസ്റ്റ് 90-നും 95% മുകളിൽ ആളുകൾ നവമാധ്യമങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാരണം അവർക്ക് ടെക്നോളജി ആക്സസ് കൂടുതലായതുകൊണ്ടാണ്. അതെ, എനിക്ക് തോന്നുന്നു നാട്ടിൽ സൈബർ മേഖലയിൽ ഇടപെടുന്ന ആളുകൾ ഇന്റൻഷനലി ഗൗരവമായി ഇടപെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇടപെടുന്നവരാണ്. നാട്ടിൽ നമുക്ക് തൊഴിലിടങ്ങളുണ്ട്. കോളേജ് വരാന്തകളിലും ഓഫീസ് ക്യാൻറ്റീനുകളിലും ചായക്കടകളിലും നടന്നിരുന്ന സംവാദത്തിനുള്ള അവസരങ്ങൾ ഇവിടെയില്ല. പകരം അവരുടെ സഡൻ റെസ്പോൺസുകൾ അവർ ഉപയോഗിക്കുന്നത് സൈബർ മീഡിയയിലാണ്. അത് ഒരേ സമയം ഗൗരവതരമായ ഇടപെടലുകളും വരുന്നുണ്ട്. എന്നാൽ വാട്ട് ദ ഹെൽ ഇറ്റ് ഈസ് എന്ന് നമ്മൾ വീട്ടിലിരുന്ന് ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ ഗൾഫ് മേഖലയിൽ നിന്നും ടൈപ്പ് ചെയ്ത് നേരെ സൈബർ ഇടത്തിലേക്കാണ് പോകുന്നത്. മിസ്റ്റർ അജി, ഈ പ്രവാസികളെ സംബന്ധിച്ച് അവരുടെ ഈ നാട്ടിൽ നിന്ന് വേറിട്ട് നിന്ന് അവർക്കുണ്ടാകുന്ന വേദനകൾ, അവർക്ക് നാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ, ബന്ധുക്കളെക്കുറിച്ചുള്ള അവരുടെ ആവലാതികൾ, ആശങ്കകൾ, ഇതൊക്കെ തന്നെ ക്രിയേറ്റീവായിട്ട് സർഗാത്മകമായി പ്രതിഫലിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ, പല രൂപത്തിൽ. അതായത് കത്തുപാട്ട് എന്നൊക്കെ പറയുന്നത് തന്നെ ആ വേദനകൾ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രിയേറ്റീവ് സ്പേസ് എന്ന നിലയിൽ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാൻ ഇവിടുത്തെ പ്രവാസി മലയാളികൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എങ്ങനെയാണ് താങ്കൾ സോഷ്യൽ മീഡിയയുടെ ഈ എമർജൻസിനെ കാണുന്നത്? 2010 ഈ ഫേസ്ബുക്ക് വളരെ സജീവമായിട്ട് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് മലയാളികൾ. നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ വേദനകൾ ഒക്കെ എഴുത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ ഒരവസരമാണ് ഈ സൈബർ ഇടം നൽകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് അജിയുടെ അഭിപ്രായം? തിരക്കുകളിലുള്ള മനുഷ്യരാണ് നമ്മൾ എല്ലാവരും തന്നെ. അപ്പോൾ വലിയ വലിയ പോസ്റ്റുകൾ ഒരുപാട് എഴുതുമ്പോൾ ആൾക്കാർ വായിക്കാറില്ല. ചെറിയ പോസ്റ്റുകളൊക്കെ എഴുതി ഒരു തമാശ രീതിയിലൊക്കെ എഴുതി പോകുന്നതാണ് മിക്കവരും. ഞാൻ വരാം. മിസ്റ്റർ ബുനൈസ്, ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ്, ഒരു വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് തർക്കങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഒരു പരിധി വിട്ട് വ്യക്തിവിരോധത്തിലേക്ക് വരെ എത്തുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന തരത്തിലെത്തുന്നു. അപ്പോൾ അത് വ്യക്തിയധിഷ്ഠിത മാത്രമല്ല, വംശീയമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ മതപരമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയമായ ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നല്ല പ്രവണതയാണോ? ഇങ്ങനെയാണോ ഒരു നവമാധ്യമത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഒരു ഇൻഡിവിജ്വൽ ആക്ടിവിസത്തിൻ്റെ പാരമ്യത്തിലാണ് ഇന്ന് സോഷ്യൽ മീഡിയ എത്തി നിൽക്കുന്നത്. ഒരുവന് പറയാനുള്ളത് ഏറ്റവും മൂർത്തമായ രൂപത്തിൽ, മൂർച്ചയേറിയ വാക്കുകളോടുകൂടി അവന് വളരെ സംക്ഷിപ്തമായി പറയാൻ സാധിക്കുന്ന ഒരു വേദി. രാഷ്ട്രീയ മേഖലകളിലായിരുന്നാലും സാംസ്കാരിക വേദികളിലായിരുന്നാലും ഒരുപക്ഷെ പ്രസംഗത്തിൽ അവന് പറയുന്നതിനേക്കാൾ ശക്തമായി അവന് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിലൂടെ. അതിനെ ഏറ്റവും ക്രിയാത്മകമായി ഇവിടെ പ്രവാസിയായിരുന്നാലും പ്രവാസി ലോകത്തിന് പുറത്തായിരുന്നാലും അവർ ഉപയോഗിക്കുന്നോ എന്നുള്ളതാണ് നമ്മളുടെ വിഷയം. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ 66A നിയമം എടുത്തു കളഞ്ഞതോടുകൂടി ഒരുവന് എന്തും പറയാം എന്നുള്ള ഒരു തലത്തിലേക്ക് വന്നു നിൽക്കുന്നു. അതിൻ്റെ പരിണതികൾ ഇനി സംഭവിക്കുന്നത് ഒരു ആൻറ്റി ക്ലൈമാക്സാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൻ്റെ വളർച്ച ഒരു പരിധിക്ക് അത്ര മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് പോകും എന്നാണ്. ലിയോ, ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സാപ്പ്, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ നവമാധ്യമങ്ങളെല്ലാം തന്നെ വാർത്തയുടെ സ്രോതസ്സുകൾ കൂടിയാണ്. പക്ഷേ പലപ്പോഴും ഈ ഇടപെടലുകളും വാർത്തയാകാറുണ്ട്. കാരണം ഖത്തറിൽ തന്നെ നരേന്ദ്രമോദിക്കെതിരെ പോസ്റ്റ് ഇട്ട ഒരു അധ്യാപികയ്ക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രീഡം സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട്. എന്നാൽ അതെങ്ങനെ
വളരെ സമചിത്തതയോടുകൂടി വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കണം എന്നത് നമുക്ക് അറിയാതെ വരുന്നത് കൊണ്ടുകൂടിയാണോ, അതല്ല ഇതെല്ലാം അനുവദിക്കപ്പെടേണ്ട ഒരു ഇടം തന്നെയാണോ സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. അതിനെ വളരെ ഫലപ്രദമായും ഗുണകരമായും നമുക്ക് ഉപയോഗിക്കാം. വളരെയേറെ നല്ല ഗുണങ്ങൾ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് കൊണ്ടുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ തന്നെ UAE വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായിട്ടുള്ള ഹിസാനത്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാറ്. രണ്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ വശം വരുമ്പോൾ നോക്കാം. ആദ്യം ഗുണവശങ്ങൾ പറയാം. മറ്റൊന്ന്, കാണാതായ വ്യക്തികളെ കണ്ടെത്താൻ സാധിക്കുന്നു. വാർത്തകൾ, ഇവിടുത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് വേഗത്തിൽ അറിയാൻ സാധിക്കുന്നു, ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ഗുണവശങ്ങൾ ഏറെയുണ്ട്. പക്ഷേ നേരത്തെ ഗോപി സൂചിപ്പിച്ചതുപോലെ അൺലിമിറ്റഡ് ആവാൻ പാടില്ല സ്വാതന്ത്ര്യം. കാരണം പലപ്പോഴും പല വിഷയങ്ങളിലുമുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ വളരെ അൺപ്രൊഫഷണൽ, അമച്വർ ആയിട്ടുള്ള രീതിയിൽ ഉള്ള പ്രതികരണങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ ചെളിവാരി എറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഇപ്പോൾ നിയമം കൂടി അവർക്ക് അനുകൂലമായപ്പോൾ ഇനി എന്തും ചെയ്യാം, എന്തുമാകാം എന്നുള്ള തരത്തിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം, കാർട്ടൂൺ വരച്ചവരെയും ഒപ്പം തന്നെ ഫേസ്ബുക്കിൽ ക്രിയാത്മകമായി വിമർശിച്ചവരെയും ഒക്കെ തന്നെ സർക്കാർ ഇടപെടുന്ന കറുത്ത നീക്കങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഉപയോഗിക്കുന്നവർ തന്നെ സ്വയം എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കണം. ഉറങ്ങുന്നവരെ ഉണർത്തുവാൻ ബുദ്ധിമുട്ടില്ല, ഉറക്കം നടക്കുന്നവരെ ഉണർത്തുവാൻ പ്രയാസമാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ എപ്പോഴും ഒരു വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് വലിയൊരു വിഷയമാവുകയും ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് തീരെ ഒരു പ്രതികരണമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എക്സാമ്പിൾ ഇവിടെയാണ് ഞാനിപ്പോഴും പറയുന്നത്, ആൻറ്റി ക്ലൈമാക്സ് ഇവിടെയാണ് നിലനിൽക്കുന്നത്. ഒരു നല്ലൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുക എന്നുള്ള ഒരു ക്രിറ്റിസിസം മെത്തേഡ് സോഷ്യൽ മീഡിയ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ഒരുത്തനെ ഇൻഡിവിജ്വൽ ആക്ടിവിസം നടത്തുന്നവനെ സംബന്ധിച്ചോളം അവന് ഫേക്ക് ഐ ഡി നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ സാധിക്കും. ഇതിൻ്റെ മടുപ്പാണ് സ്വാഭാവികമായിട്ടും ചിലരിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നോട്ട് പോക്കിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. സൈബർ മീഡിയയിൽ ഒരു കുറിപ്പ് വരുന്നത് ഫേക്കിൻ്റെ പേരിലാണോ അത് ഒറിജിനൽ ഐഡിയ ആണെന്നുള്ളത് പ്രസക്തമല്ല. അതിനകത്ത് വരുന്ന ലൈക്കുകളും ഷെയറുകളും അതവരുടെ ലൈക്കും ഷെയറും ചെയ്യുന്നവരുടെ രാഷ്ട്രീയം തന്നെയാണ്. ഈ ഫേക്ക് ഐ ഡി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയത്തെ അനുകൂലിച്ചുകൊണ്ട് ഞങ്ങൾ അനുകൂലിക്കുന്നു എന്ന് തന്നെയാണ് ഓരോ ലൈക്കും ഓരോ ഷെയറും നമ്മളോട് പറയുന്നത്. ഇപ്പം പ്രസക്തമല്ലേ, ഫേക്ക് ഐ ഡി ആണോ അല്ലേ എന്നുള്ളത് പ്രസക്തമല്ല. അല്ല, ഫേക്ക് ഐ ഡി പ്രസക്തമാണോ എന്ന് ചോദിച്ചാൽ ഒരു ഐഡന്റിറ്റി എന്താണ്? ഒരുത്തൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവൻ്റെ അസ്തിത്വത്തെ വിളിച്ചോതുന്നതാണ്. ഞാനൊരു വ്യക്തിയാണ് എന്ന് പറയുന്നതിലുപരി ഞാനൊരു പൂവാണ്, ഞാനൊരു കായാണ് എന്ന് പറയുകയല്ല അവിടെ വേണ്ടത്. അവൻ്റെ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് അവന് പറയാൻ സാധിക്കുമ്പോഴാണ് അവന് പറയുന്നതിന് സ്വീകാര്യത ലഭിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ലൈക്കിൽ അധിഷ്ഠിതമായ ഒരു സോഷ്യൽ ആക്ടിവിസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മൊത്തം ഒരു സോഷ്യൽ മീഡിയ പ്രവാസി എന്ന നിലക്ക് ഇവിടെ നിന്ന് ഗവൺമെൻറ്റിനോട് നാട്ടിൽ സംവദിക്കാനും അതോടൊപ്പം നാട്ടിൽ നടക്കുന്ന ജനാധിപത്യ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കാനും അതിന് സപ്പോർട്ട് നൽകാനും ഒക്കെ നൽകുന്ന ഒരുപാട് ഇടങ്ങളാണ്. ഇങ്ങനെയുള്ള ക്രിയാത്മകമായ ഒരു ടൂളായിട്ട് പ്രവാസികൾ ഇതിന് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ? അല്ല, ഇതാണ് ഈ സുഹൃത്ത് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കേണ്ടത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളായിരിക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്ടിവിസം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ആക്ടിവിസത്തിലൂടെ ഫേമസ് ആകാം എന്നുള്ള, എന്തെങ്കിലും പറഞ്ഞ് ഫേമസ് ആകാം എന്നുള്ള ഒരു ആ വ്യക്തിയുടെ ഒരു അതിഭാവുകത്വമാണ് ഇന്നൽ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യച്യുതിയെ വിളിച്ചോതെന്ന് പറയേണ്ടി വരും. ഫേക്ക് ഐഡിയിൽ എന്തുകൊണ്ട് വരുന്നു? സ്വന്തം ഐഡന്റിറ്റിയാണ് നമ്മൾ അവിടെ പ്രകടിപ്പിക്കേണ്ടത്. ഒരു അഭിപ്രായം പറഞ്ഞാൽ എൻ്റെ വാളിലൊരുത്തൻ അഭിപ്രായം പറഞ്ഞാൽ ഞാനത് അവൻ്റെ വാളിൽ പോയി നോക്കും, ഇവൻ ഏത് മതസ്ഥനാണ്, അല്ലെങ്കിൽ ഇവൻ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുള്ളവനാണ്. ഒരു വ്യക്തിയുടെ മരണം മറ്റൊരാളിനെ സഹായിക്കുന്നതിന് വേണ്ടിയും മറ്റു വ്യക്തിയുടെ മരണം സോഷ്യൽ മീഡിയയിൽ അവൻ ലൈക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയും മാറുന്നു എന്നുള്ള ഈ ഫേസ്ബുക്കും